بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال: من قام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച സഹീഹ് ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമദാനിൽ ഈമാനോടും ഇഹ്തിസാബോടും കൂടി ആരെങ്കിലും രാത്രി നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അവൻ്റെ മുൻകഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. ഇവിടെ ഈമാനും ഇഹ്തിസാബ് എന്ന് പറയുണ്ടായി. ഈമാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസമുള്ളവനായിരിക്കണം, അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളിൽ ഉറച്ച വിശ്വാസം ഉണ്ടാകണം. ഇഹ്തിസാബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം അനുഷ്ഠിക്കേണ്ടത്. അത് മറ്റുള്ളവരെ കാണിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ആകരുത് ആ നിസ്കാരം. അള്ളാഹുവിൻ്റെ അടിമയെ അവങ്കിലേക്ക് അടുപ്പിക്കുന്ന ഏറ്റവും നല്ല ഐച്ഛികമായ ഒരു നിസ്കാരമാണ് ഖിയാമു റമദാൻ, റമദാനിലെ രാത്രി നിസ്കാരം. ഇത് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠകരം. സല്ലല്ലാഹു പറഞ്ഞു, ഇന്നഹു മൻ ഖാമ മഅൽ ഇമാമി ഹത്താ യൻസരിഫ കുതിബ ലഹു ഖിയാമു ലൈല. ഒരാൾ തൻ്റെ ഇമാമിനോടൊപ്പം അദ്ദേഹം വിരമിക്കുന്നത് വരെ ആ രാത്രി നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചത് ആയിട്ടാണ് അവൻ്റെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുക. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സത്യവിശ്വാസികളുടെ സവിശേഷതകൾ വിവരിച്ചുകൊണ്ട് സൂറത്ത് ദാരിയാത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ ആഖിദീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബല ദാലിക മുഹ്സിനീൻ കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. തീർച്ചയായും ഭയഭക്തിയുള്ളവർ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ പരലോകത്ത് സ്വർഗത്തോപ്പുകളിലും അരുവികളിലുമായിരിക്കും വസിക്കുക, അവരുടെ റബ്ബ് അവർക്ക് നൽകിയ പ്രതിഫലങ്ങൾ സ്വീകരിച്ചുകൊണ്ട്. അതിനു മുമ്പ് ദുനിയാവിൽ അവർ സൽക്കർമ്മികളായിരുന്നു. രാത്രികാലങ്ങളിൽ അവർ പാപമോചനം തേടുകയും ചെയ്തിരുന്നു. രാത്രി അല്പസമയം മാത്രമേ അവർ ഉറങ്ങിയിരുന്നുള്ളൂ. സൂറത്തുൽ ഫുർഖാനിൽ പരമകാരുണ്യനായ അള്ളാഹുവിൻ്റെ അടിമകളുടെ സവിശേഷത ഉപയോഗിച്ച് കൊടുത്ത് പറയുണ്ടായി, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. രാത്രികാലങ്ങളിൽ അവർ നിന്ന് നമസ്കരിച്ചും സുജൂദ് ചെയ്തും കൊണ്ടായിരിക്കും അവർ കഴിച്ചു കൂട്ടുക. സല്ലല്ലാഹു ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അയ്യുഹന്നാസ് അഫ്ഷുസ്സലാമ വഅതിഉമുത് തആമ വസല്ലു വന്നാസു നിയാമുൻ തദ്ഖുലൂന ജന്നത ബിസലാം. നിങ്ങൾ സലാം പ്രചരിപ്പിക്കുക, ആവശ്യക്കാർക്ക് ഭക്ഷണം നൽകുക, ജനങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുക, എങ്കിൽ സമാധാനത്തോടു കൂടി നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. റമദാൻ മാസത്തിലെ രാത്രി നിസ്കാരത്തിനാണ് തറാവീഹ് എന്ന് പറയുന്നത്, സലാത്തു തറാവീഹ്. തർവീഹ എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് തറാവീഹ്, വിശ്രമം എന്നർത്ഥം. അതായത് ഈ നിസ്കാരത്തിൽ 4 റക്അത്ത് കൂടുമ്പോൾ അല്പം വിശ്രമിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ രാത്രി നിസ്കാരത്തിന് തറാവീഹ് എന്ന പേര് വന്നത്. ഇശാ നിസ്കാരത്തിന് ശേഷം സുബഹിന് മുമ്പ് വരെയുള്ള ആണ് ഇതിൻ്റെ സമയം. ഹിജറ 2-ാം വർഷത്തിലാണ് തറാവീഹ് നിസ്കാരം സുന്നത്താക്കപ്പെട്ടത്. ആ വർഷം റമദാനിലെ ഒരു രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്ക് പള്ളിയിൽ വന്ന് തറാവീഹ് നിസ്കരിച്ചു. അപ്പോൾ പള്ളിയിലുണ്ടായിരുന്ന കുറച്ച് ആളുകൾ നബിയുടെ പിന്നിൽ നിന്ന് നിസ്കരിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസവും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. അപ്പോൾ കുറേ അധികം ആളുകൾ നബിയുടെ പിന്നിൽ വന്ന് നിസ്കരിച്ചു. 3-ാം ദിവസം ജനങ്ങൾ അതിലും വർദ്ധിച്ചു. 4-ാം ദിവസം പിന്നെ പള്ളി നിറഞ്ഞു കവിഞ്ഞു എന്നൊക്കെയാണ് റിപ്പോർട്ട്. അപ്പോൾ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വന്നില്ല. പിന്നീട് സുബഹി നിസ്കാരത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ രാത്രി നിസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയൊക്കെ ഞാൻ അറിഞ്ഞു. ഈ നിസ്കാരം എനിക്ക് നിർബന്ധമാക്കപ്പെടുമോ എന്ന ഭയം കൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. അതായത് വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണല്ലോ. അഥവാ അങ്ങനെ നിർബന്ധമാക്കപ്പെട്ടാൽ നിങ്ങൾക്കത് നിർവഹിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. അതുകൊണ്ടാണ് ഞാനങ്ങനെ വരാതിരുന്നതെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. അപ്പോൾ അങ്ങനെ അന്ന് മുതൽ ജമാഅത്തായിട്ടുള്ള തറാവീഹ് നിസ്കാരത്തിന് പകരം ജനങ്ങൾ വീടുകളിലും പള്ളികളിലൊക്കെ ഒറ്റക്കൊറ്റക്കായി നിസ്കരിക്കുകയായിരുന്നു.
പിന്നീട് ഖലീഫ ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം മസ്ജിദ് നബി വന്നപ്പോൾ ജനങ്ങൾ പള്ളിയുടെ പല ഭാഗങ്ങളിൽ ഇങ്ങനെ ചെറിയ ചെറിയ ജമാഅത്തുകളായിട്ട് ഒറ്റക്കൊക്കെ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവരെല്ലാവരും കൂടി ഇമാമിൻ്റെ കീഴിൽ ഒന്നായിട്ട് നിസ്കരിച്ചിരുന്നെങ്കിൽ അതായിരുന്നു ഏറ്റവും ഉത്തമം. അദ്ദേഹം അത് പറഞ്ഞു. സഹാബിയായ ഉബയ്യ് ഇബ്നു കഅബിനെ വിളിച്ചുകൊണ്ട് ഇമാമാക്കി നിശ്ചയിക്കുകയും ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ അണിനിരന്നുകൊണ്ട് തറാവീഹ് നിസ്കരിക്കുകയും ചെയ്തു. അതാണ് ഈ തറാവീഹ് നിസ്കാരത്തിൻ്റെ ചരിത്രം. ഇമാം ഷാഫി, ഇമാം അബു ഹനീഫ, ഇമാം അഹ്മദ്, മാലിക്കി മദ്ഹബിലെ ഒരുപാട് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നു തറാവീഹ് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാണ്. തറാവീഹിൻ്റെ റക്അത്തിൻ്റെ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയോട് അബൂ സലമ ബിൻ അബ്ദുറഹ്മാൻ അദ്ദേഹം ചോദിച്ചു, എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ നിസ്കരിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവർ വിവരിക്കുന്നുണ്ട്, റമദാനിലോ അതല്ലാത്തപ്പോഴോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11 റക്അത്തിൽ കൂടുതൽ നിസ്കരിച്ചിരുന്നില്ല. ആദ്യം 4 റക്അത്ത് നിസ്കരിക്കും. ഫലാ തസ്അൽ അൻ ഹുസ്നിഹിന്ന വ തൂലിഹിന്ന, അതിൻ്റെ ദൈർഘ്യവും അതിൻ്റെ ആ സൗന്ദര്യവും നീ എന്നോട് ചോദിക്കേണ്ടതില്ല. അതായത് വളരെ ദീർഘിച്ച നല്ല സുന്ദരമായ ഒരു നിസ്കാരമായിരുന്നു നബി നടത്തിയിരുന്നത്. സുമൈസല്ലി അർബഅൻ, പിന്നെ വീണ്ടും 4 റക്അത്ത് നിസ്കരിക്കും. അതിൻ്റെ നന്മയെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചും ദൈർഘ്യത്തെക്കുറിച്ച് നീ എന്നോട് ചോദിക്കേണ്ടതില്ല. പിന്നെ യുസല്ലി സലാസൻ, പിന്നീട് 3 റക്അത്ത് നിസ്കരിക്കും. അങ്ങനെ 4, 4, 8, 3, 11, അങ്ങനെ 11 റക്അത്താണ് നബി നിസ്കരിച്ചിരുന്നതെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കപ്പെട്ട സഹിഹായ ഹദീസിൽ പറയുന്നുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒരിക്കൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നബിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഇക്കഴിഞ്ഞ രാത്രി ഞാനൊരു കാര്യം ചെയ്തു. തിരുമേനി ചോദിച്ചു, എന്തായിരുന്നു അത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട്ടിലുള്ള സ്ത്രീകൾ ഞങ്ങൾക്ക് ഖുർആൻ ഹിഫ്ദില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ തുടർന്ന് നിസ്കരിക്കട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അവർക്ക് ഇമാമായിട്ട് 8 റക്അത്തും ശേഷം വിത്തർ ആയി 3 റക്അത്തും നിസ്കരിച്ചു. അപ്പോൾ ഇത് കേട്ട വിശ്വാസത്തിന് സംതൃപ്തിയോടുകൂടി അത് കേട്ടു. ഒന്നും ഒരഭിപ്രായം പറഞ്ഞില്ല. അതായത് മോശം, അത് ചെയ്യാൻ പാടില്ല എന്നോ മോശമാണെന്നൊന്നും പറഞ്ഞില്ല എന്നർത്ഥം. അങ്ങനെ അതിന് വിശ്വാസനയുടെ മൗനസമ്മതത്തിൽപ്പെട്ട ഒരു സുന്നത്തായി അത് വരികയാണുണ്ടായത്. ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ, അലി ഇവരുടെയൊക്കെ ഭരണകാലത്ത് ജനങ്ങൾ 20 റക്അത്ത് നിസ്കരിക്കുന്നതായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് 20-ൽ 8 റക്അത്ത് സുന്നത്തും ബാക്കി മുസ്തഹബ്, അതായത് അഭികാമ്യവും എന്ന നിലക്കാണ്. അതായത് നബിയുടെ 8 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ കൂടുതലായിട്ട് ബാക്കിയുള്ള റക്അത്തുകൾ ഞങ്ങൾ നിസ്കരിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റക്അത്തിൻ്റെ എണ്ണക്കൂടുതലല്ല, മറിച്ച് അതിൻ്റെ ദൈർഘ്യം. ഖുർആൻ കൂടുതൽ നേരം ഓതി നിന്ന് നിസ്കരിക്കുക എന്നുള്ളതാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ പറഞ്ഞതുപോലെ. അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ നബിയോടൊപ്പം നിസ്കരിക്കുകയും നിസ്കാരത്തിൻ്റെ ദൈർഘ്യം മൂലം അത്താഴം മുടങ്ങിപ്പോകുമോ എന്ന് ഭയപ്പെടുകയും ചെയ്തു. നോക്കുക, അതിൻ്റെ ദൈർഘ്യം നോക്കണം. നിസ്കാരത്തിന് ശേഷം തുടങ്ങിയ നിസ്കാരം അത്താഴം വരെ. അപ്പോൾ അന്നൊരു റക്അത്തിൽ 200 ആയത്തൊക്കെ നബി ഓതിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഖാദി ഇയാദിൻ്റെ അഭിപ്രായത്തിൽ റമദാനിൽ ജനങ്ങൾ ഖുർആൻ മുഴുവൻ കേൾക്കാൻ വേണ്ടി 30 ദിവസത്തിൽ 30 ജുസ് ഓതി തീർക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ്. അതായത് ഓരോ ദിവസം ഓരോ ജുസ് വീതം ഓതുക. ജനങ്ങളുടെ അവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് നിസ്കരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഖുർആൻ പാരായണം ദീർഘിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ പുണ്യകരം എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ. ചുരുക്കി പറഞ്ഞ റമദാനിലെ തറാവീഹ് നിസ്കാരം വളരെ പ്രാധാന്യമുള്ളതാണ്, മഹത്വമുള്ളതാണ്. നമ്മുടെ കഴിഞ്ഞുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുക്കപ്പെടുവാനും അത് കാരണമായി തീരും. അതിനാൽ വളരെ ആത്മാർത്ഥതയോടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഭയഭക്തിയോടുകൂടി അത് നിർവഹിക്കുകയാണെങ്കിൽ പരലോകത്ത് അത് സ്വർഗപ്രാപ്തിക്ക് കാരണമായി ഭവിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.